മാധവൻ ചേട്ടന് നമുക്ക് 15 വർഷമായിട്ട് പരിചയമുണ്ട്. വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. മരിച്ചിട്ട് പറഞ്ഞല്ല, സത്യസന്ധമായി അങ്ങനെയായിരുന്നു. ആരോടും ഒരു ഇതിപ്പോ എല്ലാവരും എപ്പോഴും കണ്ടലിച്ചിരിക്കുകയും എന്നും രാവിലെ നടക്കാൻ വരികയും ചെയ്യുന്നൊരു പെണ്ണായിരുന്നു. പിന്നെ കാവ്യയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ചെന്നൈയിലേക്ക് താമസം മാറ്റിയത്. അതായത് ദിലീപായിട്ടുള്ള അതെ. അതിനുശേഷം പിന്നെ ഇവിടെ വരാറില്ല. കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പ് ഇവിടെ ഒരാഴ്ച ഉണ്ടായിരുന്നു. പോണ സമയത്ത് എന്നോട് ബൈയൊക്കെ പറഞ്ഞിട്ട് പോയതിനു കാണാമെന്നൊക്കെ പറഞ്ഞു. ഞാനായിട്ട് നല്ലൊരു സൗഹൃദത്തിലായിരുന്നു. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇവർ ഒരുമിച്ചായിരുന്നോ ചെന്നൈയില്, അല്ലെങ്കിൽ? അതെ, ഇവിടെ ആയിരുന്നു കുറെ നാള്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചെന്നൈക്കിലേക്കൊക്കെ പോയത്. ചെന്നൈയിൽ ആരൊക്കെ ഒരുമിച്ചായിരുന്നു? അച്ഛനും അമ്മയും ദിലീപും കാവ്യൊക്കെ ആയിരുന്നു അവിടെ. മരണകാരണം എന്താണ്? മരണകാരണം എന്നോട് കാവ്യയുടെ അമ്മ ഞാൻ ഇന്നലെ സംസാരിച്ചു പറഞ്ഞത്, കണ്ണിൽ പെട്ടെന്ന് ഇരുട്ട് കയറുന്നു, ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞ് കിടന്നു, മരിച്ചെന്നാണ് പറഞ്ഞത്. ഇവരിപ്പോ ഒരു വലിയ സെലിബ്രിറ്റികളുടെ അച്ഛനമ്മയാണല്ലോ ഏറ്റവും വലിയ. നിങ്ങളോടുള്ള പെരുമാറ്റമൊക്കെ അതാ പറഞ്ഞു, വളരെ വളരെ ഞങ്ങളുടെ ഇവിടുത്തെ എല്ലാ ആഘോഷങ്ങളും പരിപാടിക്കൊക്കെ കാവ്യണമെന്ന് ഉദ്ഘാടനം ചെയ്യലും ചെയ്യും. കാവ്യ വരുമായിരുന്നു. ദിലീപ് വരുമില്ല. ദിലീപായിട്ടുള്ള ഒരു തോന്നലായിരുന്നു. കാവ്യ വരുമായിരുന്നു. കാവ്യ നമ്മുടെ നൈബറായിരുന്നു. പിന്നെ ദിലീപ് വരില്ലായിരുന്നു. കാവ്യ ഓണാഘോഷ പരിപാടിക്ക് എല്ലാം ഉദ്ഘാടനം ഒക്കെ ചെയ്യുന്നത് കാവ്യ. അതുപോലെ കൊച്ചുമക്കളായിട്ടൊക്കെ എങ്ങനെയാണ്? ഒരു കുഞ്ഞു മാത്രമല്ല, കുഞ്ഞിനെ അറിയില്ല. അതിനെ കൊണ്ട് ഇവിടെ കളിക്കാനൊക്കെ ഞങ്ങൾ ഗ്രൗണ്ടിൽ വരുമായിരുന്നു. കാവ്യയുടെ അമ്മയും ദിലീപിന്റെ കാവ്യക്ക് മുന്നേ മകളാണ് മീനാക്ഷി ഒന്നുമില്ല, ഇവിടെ വരാറ് കാണാറൊന്നും ഞാൻ കണ്ടിട്ട്. ഇവര് വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെ ഇവര് ആദ്യത്തെ വലിയ ഇവരായിരുന്നു. പുള്ളി എങ്ങനെയാണ് നിങ്ങൾ കാണുമ്പോ തൊട്ട്? കാണുമ്പോലെ ഒരു അപരിചിതനോട് പെരുമാറുന്ന രീതിയിലുള്ള ഒരു ആളല്ല എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഞങ്ങൾ രാവിലെ ഇങ്ങനെ ഈ നമ്മുടെ ഈ കോറിഡോറുകളുടെ എല്ലാ ദിവസവും നടക്കാനായിട്ട് പോകും ഇവിടെ ഉള്ള സമയത്ത്. ആ സമയത്ത് എപ്പോൾ കണ്ടാലും ഒന്ന് പുഞ്ചിരിക്കാൻ പുള്ളി മറക്കാറില്ല. അങ്ങനത്തെ ഒരു വ്യക്തിത്വമായിട്ട് എനിക്ക് തോന്നിയത്. അതാണ് ഞാനും പുള്ളിയായിട്ടുള്ളൊരു ബന്ധമാണ്. കാരണം ഞങ്ങളിവിടെ എല്ലാ ദിവസവും പുള്ളി ഇവിടെ ഉള്ളപ്പോൾ എല്ലാ ദിവസവും നടക്കും. അങ്ങനെ ഒരു വ്യക്തിയാണ്. ഇത്ര വലിയ താരത്തിന്റെ ഒന്നും തോന്നില്ല. സാധാരണ മനുഷ്യനാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യൻ. ആരോടും ഒന്നും പറഞ്ഞില്ല. രാവിലെ ഒരു മണിക്കൂറിൽ ചുരുങ്ങി നടക്കും. നടന്ന് പോയി പ്രിയർപ്പണ വെച്ച് എന്നും നാട്ടുകാരോടൊക്കെ വളരെ ഇടപെടും. ഞങ്ങളെല്ലാവരും ഇവിടെ ഉള്ള എല്ലാവരും പോകും. പിന്നെ കടയിൽ പോകുന്നവരൊക്കെ പുള്ളി തന്നെയായിരുന്നു. നടന്ന് പോക്ക് വരവൊക്കെ പുള്ളി തന്നെയാണ്. അല്ലാതെ ഇവര് പുറത്തിറങ്ങില്ല. കടയിലൊക്കെ പോകും പുള്ളി, നടന്ന് കടയിലേക്ക് പോകും, ജംഗ്ഷൻ വരെ പോകും. അവിടെ ബ്ലോക്ക് ആയി വന്നു. അവിടെ അത്ര ആ രീതിക്കുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഒന്നും അല്ല, സിമ്പിൾ ആയിരുന്നു. ആള് സ്റ്റൈലൊക്കെ സിമ്പിൾ ആയിട്ട് തന്നെ ജീവിച്ചോണ്ട്. ഇവിടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വേറെ ഇപ്പൊ പുറത്തു പോകുമ്പോഴുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല.